നമസ്കാരം. പതിരും കതിരും. ഒരു കാമുകന് കാമുകിയുടെ ഫോൺ വന്നു. എടാ വേഗം ഇങ്ങോട്ട് വാ, വീട്ടിലാരുമില്ല, ഞാൻ തനിച്ചാണ്. അപ്പോൾ കാമുകൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴല്ലേടി നിൻ്റെ വീട്ടിൽ നിന്നും ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ കാമുകി പറഞ്ഞു, സോറി ഡാ, പിന്നെ നിന്നെയാണോ ഞാൻ വിളിച്ചേ. ഒരു 100 കാമുകന്മാർ ഒരുത്തിക്കുണ്ടെങ്കിൽ തന്നെ വിളിച്ചാൽ തെറ്റിപ്പോകും. അപ്പോൾ 5000 കാമുകിമാരുള്ള ഒരുത്തൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമ്പർ മാറിപ്പോകാതെ ഇങ്ങനെ കൃത്യമായി ഓരോരുത്തരെ വിളിച്ചു വരുത്താനുള്ള കഴിവുണ്ടല്ലോ, അപാരമാണത്. ആധാർ കാർഡ് സഹിതം രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ടൈമിങ്ങും സ്ഥലവും മാറിപ്പോയെങ്കിൽ തീർന്നു കഥ. ഇതിനിടയിലും ജനസേവനത്തിന് സമയം കണ്ടെത്തുന്നു എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഡോക്ടർ ജിൻഡോ ജോൺ പരിഹസിച്ച പോലെ കാമുകിമാരുടെ ട്രാഫിക് ബ്ലോക്ക് കാരണം ഗണേശൻ്റെ വീട്ടിൽ അതിഭയങ്കരമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയാണ്. 5000 എണ്ണമൊക്കെ തേരാപ്പാര ഹോൺ അടിച്ചു പാഞ്ഞാൽ ഭാര്യ പോലും പുറത്താകും. മാരകമായതും പുറത്തു പറയാൻ കൊള്ളാത്തതുമായ ആ സംഭവത്തിന് ദൃക്സാക്ഷിയായ ശേഷവും ഭർത്താവിൻ്റെ ഒരൊറ്റ വിളിയിൽ സകലതും മറന്ന് മാപ്പ് കൊടുത്ത ആ ഭാര്യയാണ് യഥാർത്ഥ ഭാരത സ്ത്രീ. പൊതുഗതാഗത സംവിധാനത്തിൽ എപ്പോഴും സ്റ്റെപ്പിനിയുടെ ആവശ്യമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എനിക്കെൻ്റെ ഭർത്താവിനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞു കഴിഞ്ഞു. അതിനാൽ പ്രിയപ്പെട്ടവരെ, എല്ലാവരും പിരിഞ്ഞു പോവുക. സ്നേഹനിധികളായ അയൽക്കാർക്കും വിളിച്ചപ്പോൾ ഓടി വന്ന് ഒന്നും ചെയ്യാതെ തിരിച്ചുപോയ പിങ്ക് പോലീസിനും വിശിഷ്യ കേരള പോലീസിനും സങ്കടം പറയാൻ വിളിച്ചപ്പോൾ ഫോണെടുത്ത തായ്ക്കണ്ട് വീണമോൾക്കും സ്നേഹം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. ഇതാണ് ചതിക്കപ്പെട്ട കാമുകിമാരും ഭാര്യയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. കാമുകി വാട്സാപ്പ് സന്ദേശം മുതൽ ചാവിള്ളയെ വരെ സൂക്ഷിച്ചു വയ്ക്കും, ആവശ്യമുള്ളപ്പോൾ എടുത്ത് പ്രയോഗിക്കും. ഭാര്യ ഭർത്താവിൻ്റെ ഒറ്റ മാപ്പിൽ ആർദ്രമാനസിയാകും, കയ്യിലുള്ളതെല്ലാം മായ്ച്ചു കളയും, പിന്നെയും ഭരണത്തിൻ്റെ സുഖം അനുഭവിക്കും, ഭർത്താവിനെ സ്നേഹിക്കും. 5000 കാമുകിമാരുണ്ട് എന്ന് പറഞ്ഞത് മാത്രമാണ് ഭാര്യയ്ക്ക് സങ്കടമായി പോയത്. ഒരു 10ഓ 100ഓ ആണെങ്കിൽ സാരമില്ലായിരുന്നു. കാളിദാസൻ്റെ രഘുവംശത്തിലെ അഗ്നിവർണ്ണന് പോലും ഇത്രയും കാമുകിമാരുണ്ടായിരുന്നില്ല. ഗണേശനെ പോലെ ഇത്രത്തോളം സ്ത്രീജിതനായ ഒരു മന്ത്രി പിണറായിയുടെ സൂര്യവംശത്തിൽ ജനിച്ചിട്ടുമില്ല. ഇനിയും വാളകത്തെ വീട്ടിലെ കട്ടിലൊടിയുമോ എന്ന ഭയമാണ് പത്തനാപുരത്തുകാർക്ക്. ഗണേശൻ്റെ ലീലാവിലാസങ്ങളൊക്കെ അറിഞ്ഞ പിണറായി വിജയൻ ചായക്കപ്പും കടിച്ചു പിടിച്ച് ക്ലിഫ് ഹൗസിൽ കുറേ നേരം നിശ്ചലനായിട്ടിരുന്നു പോലും. വിവരമറിഞ്ഞ ഉടനെ സ്ത്രീ സംരക്ഷകനായ പിണറായി ഗണേശനെ വിളിച്ചു വരുത്തി രാജി എഴുതി വാങ്ങുമെന്നും കടക്കൂ പുറത്ത് എന്ന് പറഞ്ഞ് ഇറക്കി വിടുമെന്നുമൊക്കെ ഏതെങ്കിലും നിഷ്കളങ്കർ കരുതിയിട്ടുണ്ടോ ആവോ. ഇലക്ഷൻ കാലമായപ്പോൾ പറയേണ്ടവരോട് മാപ്പ് പറയാനൊക്കെ പിണറായിക്ക് പോലും അറിയാം. എന്തുകൊണ്ടോ ശൗര്യ കണ്ണീരണിഞ്ഞു, ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? പുരാണത്തിൽ ഒരിക്കലും കണ്ണൻ കരഞ്ഞതായി കേട്ടിട്ടില്ല. ഭരണത്തിൽ കയറി ഇന്നേ വരെ പിണറായി ആരോടെങ്കിലും ക്ഷമ ചോദിച്ചതായി കേട്ടിട്ടുണ്ടോ? പക്ഷേ ഇതാ, കമ്മികൾ മമ്മൂട്ടിക്കെതിരെ തിരിഞ്ഞതോടെ പിണറായി മമ്മൂക്കയോട് പരസ്യമായി മാപ്പ് ചോദിച്ചു. ഇന്നലെ വരെ ഏതവനാടായി മമ്മൂട്ടി എന്ന് ചോദിച്ചവരൊക്കെ ഇപ്പോൾ മമ്മൂട്ടിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാളല്ലേ കൈരളിയിൽ വരുന്ന വല്യേട്ടൻ സിനിമയിലെ നടൻ, ഇയാളല്ലേ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ ഉദ്ഘാടകൻ. അങ്ങനെയൊക്കെയാണ് അവർ മമ്മൂട്ടിയെ ഇപ്പോൾ തിരിച്ചറിയുന്നത്. പിണറായി വിജയൻ മമ്മൂട്ടിയോടും ഗണേശൻ ഭാര്യയോടും മാപ്പ് പറഞ്ഞതോടെ 2 വിവാദങ്ങളും തൽക്കാലം അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും സ്റ്റാൻഡ് വിട്ട് പോകേണ്ടതാണ്. ഭാര്യ പറഞ്ഞത് ഇനി ഈ വിഷയം ആരും ചർച്ച ചെയ്യരുത് എന്നാണ്. ഞങ്ങൾ കോംപ്ലിമെൻ്റ് ആയിരിക്കുന്നു. അഥവാ ആരെങ്കിലും ചർച്ച ചെയ്താൽ അവർക്കെതിരെ കേസെടുക്കുന്നതായിരിക്കും പിണറായിയുടെ പോലീസ്. അല്ല മാഡം, നിങ്ങൾ കണ്ട ഞെട്ടിക്കുന്ന കാഴ്ച എന്തിനാണ് ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചത്? തല്ലുകൊള്ളാനും അലറാനും പോയത് എന്തിനായിരുന്നു? ഉത്തമയായ ഭാര്യ അതെല്ലാം സഹിക്കുകയും പൊറുക്കുകയും വേണമായിരുന്നില്ലേ? ആണുങ്ങളാകുമ്പോൾ അങ്ങനെ ചിലത് സംഭവിക്കുമെന്നും നിങ്ങൾ പറയുന്നുണ്ട്. 112 വിളിക്കുന്നവർക്കുള്ള ആ അസുഖമൊക്കെ മാറിയോ എന്തോ? കാര്യം കാണാനും തൊഴി കൊള്ളാതിരിക്കാനും ഏത് കാലിലും വീഴുന്ന വെറും ഭഗീരഥൻ പിള്ളയാണ് ഈ ഗണേശൻ കുമാർ. തല്ലുകൊള്ളുമെന്നുണ്ടെങ്കിൽ ഏത് പുരുഷൻ്റെയും കാലിൽ പിടിച്ച് നക്കും, കേണപേക്ഷിക്കും, അനുഗ്രഹം ചോദിക്കും. ഇയാൾ പുറത്തിറങ്ങി വന്ന് അടിക്കുന്ന ഗീർവാണങ്ങൾ കേട്ടാൽ എന്തൊരു ഭയങ്കരമാണത്! എന്തൊരു സദാചാര ശുദ്ധി, സ്ത്രീ സുരക്ഷ! അച്ഛനെപ്പോലെ നീട്ടും കുറുക്കും പരിഹാസവും കൊഞ്ഞയുമുണ്ട് സംസാരത്തിലെല്ലാം. എന്തുകൊണ്ടാണെന്നറിയില്ല, മോഹൻലാലിനോടൊപ്പം പല സിനിമയിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി എന്നെ അടുപ്പിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞൊരു ദിവസം ഓൺലൈൻ ചാനലിൽ നടത്തിയ പരാമർശം. ഗണേശൻ്റെ കയ്യിലിരിപ്പും ജനിതക ഘടനയും എന്താണെന്ന് മമ്മൂക്കയ്ക്ക് നല്ലതുപോലെ അറിയാം. ഗണേശൻ പറയുന്നതിൻ്റെ എക്സ്റേയും DNA ഘടനയുമൊക്കെ നാട്ടുകാർക്ക് അറിയാമെന്നാണ്. അപ്പോൾ പിന്നെ ഇത്രയും കാലം കൂടെ കഴിഞ്ഞ ഭാര്യയ്ക്ക് എന്താ അതൊന്നും അറിയാതെ പോയത്?
ഇനി എന്തെങ്കിലും ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടാൽ പിങ്കിനെ വിളിക്കാനും അലറാനും പോകരുത്. പൂജാമുറിയിൽ കയറി ലളിതാ സഹസ്രനാമം ചൊല്ലുക. പുറത്ത് തിരയടങ്ങുമ്പോൾ ഇറങ്ങി വരിക. തല്ലുകൊള്ളില്ല, കുടുംബവും തകരില്ല. എന്തായാലും ഭാര്യ തൽക്കാലം രക്ഷപ്പെട്ടു. ഉമ്മൻചാണ്ടി എങ്ങാനും ആയിരുന്നു ഈ ഭരണത്തെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഭാര്യയുടെ മാപ്പൊക്കെ അങ്ങ് മടക്കി കയ്യിൽ വെച്ചാൽ മതി. ധാർമ്മികതയിൽ കയറി പിടിച്ച അന്തങ്ങളും പിണറായി വിജയനും ഒരു കളി കളിച്ചേനെ. പിണറായിയുടെ കയ്യിലിരിക്കുമ്പോൾ ധാർമ്മികതയ്ക്കൊക്കെ 4 കാലാണ്. മന്ത്രിയുടെ ഭാര്യയ്ക്ക് രക്ഷയില്ലാത്ത നാടിൻ്റെ അവസ്ഥയെപ്പറ്റി എന്താകുമായിരുന്നു കരച്ചിൽ? ശരിക്കും അറുകൊല വഷളനായ നിർലജ്ജനായ ഈ പത്തനാപുരം പരമന് പ്രണയമെന്താ അനാശാസ്യമെന്താ എന്ന് ഇപ്പോഴും തിരിച്ചറിയില്ല. മാംസനിബദ്ധമല്ല രാഗമെന്നൊന്നും പറഞ്ഞാൽ ഈ പുള്ളിക്ക് പിടികിട്ടില്ല. പക്ഷേ മാങ്കൂട്ടം വഷളനാണ്. അയാളെ എത്രയും വേഗം പാർട്ടി പുറത്താക്കണം. 80 വയസ്സുണ്ടായിരുന്ന കാലത്താണ് VS കാമഭ്രാന്താണെന്ന് ഈ വിദ്വാൻ കണ്ടുപിടിച്ചത്. പക്ഷേ ഗണേശൻ്റെ അസുഖത്തിന് ഇത്തരം പേരുകളൊന്നും ചേരില്ല. ശുദ്ധമായ പ്രണയമാണത്. 5000 എന്നുള്ളത് നമുക്ക് 3.0-ൽ 10,000 ആക്കണം. തുടരണം ഈ ഭരണം. ഭർത്താവിൻ്റെ അനാശാസ്യം കൺമുമ്പിൽ കണ്ടിട്ട് പോലും മാപ്പ് കൊടുത്ത ഈ ഭാര്യ, അവരാണ് ശരിയായ അതിജീവിത. എൻ്റെ ശരീരം എൻ്റെ അവകാശം ആരാ ചോദിക്കാനെന്നൊക്കെ ചോദിച്ച ഒരു ടീച്ചറുണ്ടല്ലോ നമുക്ക്. എന്തുവാ മക്കളെ അവരുടെ പേര്? അതുപോലെ ഗണേശനും ചോദിക്കുന്നു, എൻ്റെ കാമുകിമാർ എൻ്റെ അവകാശം ആരാ ചോദിക്കാൻ? KSRTC ബസ് ഇറങ്ങി രാത്രി ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ഒരു സ്ത്രീക്കൊപ്പം അകമ്പടി സേവിക്കുന്ന പിങ്ക് പോലീസിൻ്റെ പരസ്യം കണ്ടായിരുന്നു. പക്ഷേ ഗതാഗത മന്ത്രിയുടെ വീട്ടിൽ നിന്നും ഉയർന്ന നിലവിളിക്ക് കാതുകൊടുക്കാൻ മുറ്റം വരച്ചെന്ന പിങ്ക് പോലീസിന് കഴിഞ്ഞതുമില്ല. അവർക്കറിയാമായിരുന്നു ഇതൊരു മാപ്പിൽ അവസാനിക്കുന്ന കേസേ ഉള്ളെന്ന്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് പ്രചാരണത്തിനായി തുറന്ന ജീപ്പിൽ പോകുന്ന രംഗം കാണുമ്പോൾ കരിങ്കോഴികളും കാലൻ കോഴികളും ഒന്നിച്ച് നീട്ടിക്കൂവും.